അമിത്ഷായുടെ തടി അതിന് പോരാന്നുള്ള സ്റ്റേറ്റ്മെന്റ് നടത്താൻ കഴിഞ്ഞ ആളാണ് പിണറായി വിജയൻ. മാത്രമല്ല, മധ്യപ്രദേശിലെ BJP RSS പ്രവർത്തകർ ഇദ്ദേഹത്തിന് 1 കോടി രൂപ തലയ്ക്ക് ഇനാം പ്രഖ്യാപിച്ചതാ. കുറയ്ക്കാൻ പറ്റുമോ? ഇവിടെ CPM-ന്റെ ഉടുമുണ്ടഴിഞ്ഞ് അടിവസ്ത്രവും അഴിഞ്ഞിരിക്കുമ്പോ അതിനെ കുറിച്ചല്ല അന്വേഷിക്കുന്നത്, BJP എങ്ങനെ ജയിച്ചു എന്നാണ്. ഒരു പരാജയത്തിന്റെ ഉത്തരവാദിത്വം പോലും ഏറ്റെടുക്കാൻ ചങ്കൂറ്റമില്ലാത്ത ഒരു ഭീരുവിനെ ഇരട്ടച്ചങ്കൻ എന്ന് വിളിച്ച് നിങ്ങൾ നാട് മുഴുവൻ ഫ്ലെക്സ് വെച്ചപ്പോ വിജയിച്ചത് ഞങ്ങളാണ്. വല്ലാത്തൊരു പൊട്ടലായിപ്പോയി. കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ ഭരണത്തിലില്ലാത്ത രാജ്യമായി ഇന്ത്യ മാറിയെങ്കിൽ അതിന്റെ ഉത്തരവാദിത്വം ഈ രാജ്യത്തെ ജനങ്ങൾക്കാണോ അതോ പാർട്ടിക്കാണോ? സാറെന്താ ഒന്നും മിണ്ടായിരിക്കുന്നത്? സംസ്ഥാനം ഒട്ടാകെ അദ്ദേഹത്തിന്റെ മുഖം വെച്ച് മാത്രം പ്രചാരണം നടത്തിയത് ഈ തിരിച്ചടിയുടെ ആക്കം കൂട്ടിയോ? അണ്ണാക്കി പിരിവെട്ടിയിരിക്കണ ഒരാളോട് ചോദിക്കാൻ പറ്റിയ ചോദ്യമാണോടായത്? ആണെങ്കിൽ ഇതേ പിണറായി വിജയനല്ലേ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ LDF-നെ നയിച്ചത്? അതിന് മുമ്പത്തെ 5 വർഷത്തേതിനേക്കാൾ വലിയൊരു ഭൂരിപക്ഷം അദ്ദേഹത്തിനല്ലേ കിട്ടിയത്. പിണറായി വിജയൻ എന്ന വ്യക്തി ആദ്യത്തെ 5 വർഷം മികച്ച പെർഫോമൻസും അല്ലെങ്കിൽ മികച്ച പെരുമാറ്റവും രണ്ടാമത്തെ 5 വർഷം മോശം പെരുമാറ്റം നടത്തിയെന്നാണോ നിങ്ങൾ വിലയിരുത്തുന്നത്? സഖാവ് കുറച്ച് ഇമോഷണൽ ആണല്ലോ. അതല്ലേടോ നമ്മുടെ അടവ് നയം. തെരഞ്ഞെടുപ്പിനെ മുഴുവൻ തന്റെ മാത്രം ഒരു തെരഞ്ഞെടുപ്പായി ഓരോ ജംഗ്ഷനിലും 10 ഹോർഡിങ്ങുകൾ വെച്ച് നേരിട്ട പിണറായി വിജയൻ കനത്ത തോൽവി ഏറ്റിട്ട് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങിയിട്ടില്ല. എന്ത് ഇടതുപക്ഷം, എന്ത് കമ്മ്യൂണിസ്റ്റ്? PK ഗോപൻ എന്ന് പറയുന്നത് ഞങ്ങൾക്ക് തോൽവിയൊന്നും ഒരു പ്രശ്നമല്ല, ഞങ്ങൾ സമരമുഖത്തേക്ക് ഇറങ്ങുന്നു, ഞങ്ങൾ കമ്മ്യൂണിസ്റ്റാണ്. ഏത് കമ്മ്യൂണിസ്റ്റ്? അങ്ങനെയൊക്കെ പറയാൻ പറ്റുമോ? നമ്മള് നാളെയും കാണണ്ടേ? ഒരു പരാജയത്തിന്റെ ഉത്തരവാദിത്വം പോലും ഏറ്റെടുക്കാൻ ചങ്കൂറ്റമില്ലാത്ത ഒരു ഭീരുവിനെ ഇരട്ടച്ചങ്കൻ എന്ന് വിളിച്ച് നിങ്ങൾ നാട് മുഴുവൻ ഫ്ലെക്സ് വെച്ചപ്പോ വിജയിച്ചത് ഞങ്ങളാണ്. ഉള്ളിൽ സങ്കടം ഉണ്ട് കേട്ടോ. ഇങ്ങനെയൊന്നും പറയരുത്. ഞങ്ങളുടെ വിജയത്തിന്റെ ഏറ്റവും വലിയ ഒരു ഘടകമാണ് നിങ്ങൾ വെച്ച ഫ്ലെക്സുകൾ. മറക്കരുത്. PS അച്യുതാനന്ദന്റെ ഫോട്ടോ പോസ്റ്ററിൽ വെച്ചെന്ന് പറഞ്ഞ അച്ചടക്ക നടപടിയെടുത്ത പാർട്ടിയാണ്. നിങ്ങൾ എങ്ങനെ കമ്മ്യൂണിസ്റ്റ് അല്ലാതെയായി എന്ന് ചിന്തിക്ക് ശ്രീകോപൻ. എങ്ങനെ നിങ്ങൾ ഇടതുപക്ഷം അല്ലാതെയായി എന്ന് നിങ്ങൾ ചിന്തിക്ക്. നിങ്ങളുടെ നയങ്ങൾ ഇടതുപക്ഷമായിരുന്നോ എന്ന് നിങ്ങൾ ചിന്തിക്ക്. പക്ഷെ പറ്റിക്കാൻ വേണ്ടിയിട്ടാണെങ്കിലും ആരോട് ഇങ്ങനെയൊന്നും പറയരുതെന്ന് പറയണം സാർ. പിണറായി വീട്ടിൽ തന്നെ എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ഇരുന്ന് ചർച്ച ചെയ്യുന്നത് ഈ സന്ധ്യയ്ക്ക് ഒരുപാട് മനുഷ്യർ കേൾക്കുന്നതല്ലേ സുഹൃത്തെ? പിണറായി അദ്ദേഹത്തിന്റെ മണ്ഡലത്തിലേക്കല്ലേ പോയത്, തിരിച്ച് തിരുവനന്തപുരത്ത് നിന്ന് അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് പോകണ്ടേ അദ്ദേഹത്തിന്? ലോകമാകെ തീവ്ര വലതുപക്ഷത്തിനെതിരായിട്ട് നിൽക്കുന്ന ഒരു ആശയമാണ് ഇടതുപക്ഷം. അത് എത്ര രാജ്യത്ത് ഭരണമുണ്ടോ, എത്ര ജനങ്ങൾ അതിന്റെ പിറകിലുണ്ടോ എന്നുള്ളത് മാത്രമല്ല, അതൊരു പ്രത്യയശാസ്ത്രമാണ് തീവ്ര വലതുപക്ഷത്തിനെതിരായിട്ട്. അതിനു മുമ്പ് നീ നാട്ടുകാരെ നല്ലുകൊണ്ട് മരിക്കും. ആ സോവിയറ്റ് യൂണിയനിലായാലും ചൈനയിലായാലും ലോക രാഷ്ട്രങ്ങളിലായാലും അത് ഉയർത്തിവിട്ട ഒരാശയമുണ്ട്. ഇന്നതാ ഫ്രാൻസിലും അമേരിക്കയിലും മറ്റു രാജ്യങ്ങളിലും എല്ലാം വ്യത്യസ്ത സ്വഭാവത്തിലുള്ള കമ്മ്യൂണിസ്റ്റ് പാർട്ടികളായിട്ട് പ്രവർത്തിച്ചുകൊണ്ട് അവർ തീവ്ര വലതുപക്ഷത്തിനെതിരായിട്ട്. ഏറ്റവും ഒടുവിൽ മോദി അധികാരത്തിൽ വരുമ്പോൾ അദാനിയുടെ ആസ്തി 57,000 കോടി രൂപ നരേന്ദ്രമോദി പ്രധാനമന്ത്രിയാവുമ്പോൾ. ഇപ്പോൾ അദാനിയുടെ ആസ്തി 9.5 ലക്ഷം കോടി രൂപ. കുറയ്ക്കാൻ പറ്റുമോ? ആ ആസ്തിയിലേക്ക് അദാനിയെ വളർത്തിയ നരേന്ദ്രമോദി 3 കാര്യങ്ങൾ ഉയർത്തിപ്പിടിക്കുകയാണ്. ആഗോളവൽക്കരണത്തിന്റെയും കമ്പോളവൽക്കരണത്തിന്റെയും ഉദാരവൽക്കരണത്തിന്റെയും 1 ആഗോളവൽക്കരണം, 2 സ്വകാര്യവൽക്കരണം, 3 ഉദാരവൽക്കരണം. ഈ 3നും കോൺഗ്രസ് അനുകൂലമാണ്. രാഷ്ട്രീയ നിരീക്ഷകന്മാരും മാധ്യമപ്രവർത്തകന്മാരും അംഗീകരിച്ചാലും ഇല്ലെങ്കിലും കേരളത്തിന്റെ രാഷ്ട്രീയ ഭാവി തന്നെ മാറ്റിമറിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പ് വിജയമാണ് ഈ തെരഞ്ഞെടുപ്പിൽ BJPക്ക് നേടിയിരിക്കുന്നത്. ഒരുപക്ഷെ ഈ തെരഞ്ഞെടുപ്പിലെ ഏറ്റവും വലിയ വിഷയം ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ കുറ്റവിമുക്തമായി എന്നുള്ളതായിരിക്കാം. ഏതായാലും ഈ നിമിഷം വരെ ആരും ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനിന്റെ നിഷ്പക്ഷതയെ കുറിച്ചോ ടാമ്പറിങ്ങിനെ കുറിച്ചോ സംസാരിച്ചിട്ടില്ല. നിഷ ഇവിടെ CPM-ന്റെ ഉടുമുണ്ടഴിഞ്ഞ് അടിവസ്ത്രവും അഴിഞ്ഞിരിക്കുമ്പോ അതിനെ കുറിച്ചല്ല അന്വേഷിക്കുന്നത്, BJP എങ്ങനെ ജയിച്ചു എന്നാണ്. നിനക്കിതെങ്ങനെ സഹിക്കാൻ കഴിയും ജോസേ? എനിക്ക് തോന്നുന്നത് ഇവരുടെ നേതാക്കന്മാരും ചാനൽ ചർച്ചകളിൽ വരുന്ന ഇത്തരം ആളുകളുടെയും ഉദ്ഘോഷണങ്ങള് വളരെ കൃത്യമായിട്ട് അവിടെ തകർച്ചയ്ക്ക് ആക്കം കൂട്ടിയില്ലേ? നോക്കൂ, ഞാൻ ഇവിടെ CPM-നെ ആക്രമിക്കാതെ വിട്ടതാണ്. എന്നാൽ ഗോപൻ സാറ് BJP-യുടെ കയറിയിട്ട് സാർ നിങ്ങൾ കേരളത്തെ പരിഹസിക്കരുത്. ഞാൻ ചോദിക്കട്ടെ സാർ, അദാനിയുടെ ആസ്തി നിങ്ങൾ അന്വേഷിക്കുന്നു സാർ, പിണറായി വിജയന്റെ ആസ്തിയെ കുറിച്ച് ഒരു വിശദീകരണം എന്താ? കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയിൽ പിണറായി വിജയൻ പ്രവർത്തനം തുടങ്ങുമ്പോൾ അദ്ദേഹത്തിന്റെ ആസ്തി എത്രയാ സാർ? എന്ത് ജോലിയാണ് കേരളത്തിൽ പിണറായി വിജയൻ ചെയ്തത്? ഇന്ന് അദ്ദേഹത്തിന്റെ കുടുംബത്തിന്റെ ആസ്തി എത്രയാണ്? നിങ്ങൾ പറയുന്നതും പ്രവർത്തിക്കുന്നതും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ? കുഴപ്പമായി എന്നാ തോന്നുന്നത്.
മാത്രവുമല്ല, ഒരു ഏകാധിപതിക്ക് ഒരുപക്ഷെ കേരളത്തിൽ ഇന്ത്യയിൽ അവശേഷിക്കുന്ന ഒരു കമ്മ്യൂണിസ്റ്റ് സർക്കാരിനെ അവസാനത്തെ സ്വാഭാവികമായ പെരിഷിംഗ് ആയിട്ടുള്ള അനുഭവത്തിലേക്ക് ഈ തെരഞ്ഞെടുപ്പ് നടന്നെടുക്കുകയാണ്. നോക്കൂ, പണ്ടും CPM തോറ്റിട്ടുണ്ട്, പണ്ടും ഇടതുപക്ഷം തോറ്റിട്ടുണ്ട്. പക്ഷെ ഇതുപോലെ ഇടതുപക്ഷത്തിലെ മുഖ്യമന്ത്രി ഏതാണ്ട് 6 റൗണ്ട് വിയർക്കുന്ന അവസ്ഥയിൽ ഉണ്ടായത് കേരള ചരിത്രത്തിൽ ആദ്യമാണ്. പാർട്ടിയോടൊപ്പം നടന്ന് ജീവിതത്തിന്റെ സായം സന്ധ്യയോടടുക്കുമ്പോൾ ഒരുപറ്റം ആളുകൾ പാർട്ടിയെ വെല്ലുവിളിച്ച്, പാർട്ടിക്കകത്ത് നടക്കുന്ന നെറികേടുകളെ വെല്ലുവിളിച്ച് പരുപക്ഷത്ത് ചെന്ന് അവർ സ്വതന്ത്രമായി പ്രവർത്തിക്കുന്നതും അവർ വിജയിക്കുന്നതും മാർക്സിസ്റ്റ് പാർട്ടികളുടെ ചരിത്രത്തിൽ ആദ്യത്തേതാവാം. എന്തൊക്കെ മേളായിരുന്നു, പാട്ട്, ഡാൻസ്, കൂത്ത്. അല്ലല്ല, ഞാൻ PK ഗോപൻ വിശാലമായ ഇടതുപക്ഷത്തിന്റെ അർത്ഥത്തിൽ പറഞ്ഞതൊക്കെ ഞാൻ ശരി, നല്ല കാര്യം അംഗീകരിക്കുക. അദ്ദേഹം ഈ ഞങ്ങള് മറ്റേ ഇത് ചെയ്തില്ല, മറ്റേ ചെയ്തില്ല, കുത്തകൾ ചെയ്യുന്നപ്പോൾ അദ്ദേഹം ബുദ്ധിപൂർവ്വം പറയാതെ പോയ സംഭവമുണ്ട്. ഇടതുപക്ഷം ഉണ്ടെങ്കിൽ വിദേശ സർവകലാശാലകൾ വരുമോ എന്നുള്ളൊരു ചോദ്യം അദ്ദേഹം ചോദിച്ചില്ല, ഇല്ലേ? മകൾക്ക് പൈസ കൊടുക്കുന്ന സാന്റാമോണിക്ക വഴിക്ക് നടന്നിരിക്കുന്ന വിദേശ സർവകലാശാലയുടെ ഡീല് ഞാനിപ്പോ പറയണോ? പിന്നെ PWD റോഡുകൾക്ക് കൺസൾട്ടൻസി കൊടുക്കാൻ ഇടതുപക്ഷം ഉണ്ടെങ്കിൽ സാധിക്കുമോ എന്ന് അദ്ദേഹം ചോദിച്ചില്ല. കാരണം കേരളത്തിൽ PWD റോഡുകൾക്ക് വരെ കൺസൾട്ടൻസി കൊടുത്തൊരു ഗവൺമെന്റ് ആണ് ഇടതുപക്ഷം എന്ന് പറയുന്ന ഗവൺമെന്റ്. പേടി തോന്നുന്നുണ്ടെങ്കിലേ ഒന്ന് പാടിയാ മതി, ഞാൻ ഏതായാലും ഒരു ശ്ലോകം ചെല്ലാൻ പോവാ. ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ബംഗാളിൽ പോലും നിങ്ങളുടെ ആൾക്കാർ മത്സരിച്ചല്ലോ, തിരുവനന്തപുരത്ത്, തമിഴ്നാട്ടിൽ മത്സരിച്ചല്ലോ. എന്റെ കേരളത്തിൽ, ഈ രാജ്യത്തെ ഏക കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രി അങ്ങോട്ട് പോവാഞ്ഞത്? റഹീം പോലും പോയില്ലോ, ഒരു CPM നേതാവ് പോലും ഇവിടുന്ന് പോയില്ലല്ലോ. അതല്ല ഉദ്ദേശം. അമിത്ഷായുടെ തടി അതിന് പോരാന്നുള്ള സ്റ്റേറ്റ്മെന്റ് നടത്താൻ കഴിഞ്ഞ ആളാണ് പിണറായി വിജയൻ. മാത്രമല്ല, മധ്യപ്രദേശിലെ BJP RSS പ്രവർത്തകർ ഇദ്ദേഹത്തിന് 1 കോടി രൂപ തലയ്ക്ക് ഇനാം പ്രഖ്യാപിച്ചതാ. ആർക്ക്? പിണറായി വിജയനെ. അപ്പൊ പിണറായി വിജയനെ പേടി കൊണ്ടാണ് അവിടെ പോകാതിരിക്കുന്നതൊക്കെയുള്ള ശുദ്ധ അസംബന്ധം പറയാതെ പിണറായി വിജയൻ കേരളത്തിൽ തന്നെ ഇലക്ഷൻ പ്രവർത്തനത്തിന് അദ്ദേഹത്തിന്റെ ഗുരുതരമായ അസുഖം ശ്രീ രാജുവിന് അറിയാൻ വയ്യാത്തതല്ല. കുട്ടിക്ക് അറിയാമോ അവന്റെ രോഗം എന്താണെന്ന്? കീമിയമോ? അല്ലല്ല, ലുക്കീമിയം. അദ്ദേഹത്തിന്റെ പ്രായം അറിയാൻ വയ്യാത്തതല്ല. അദ്ദേഹത്തിന് നോർത്ത് ഇന്ത്യയുടെ കാലാവസ്ഥയിൽ പോയി. അല്ല, ഞാൻ പറയട്ടെ, സർക്കാരില്ല, RSS സംഘടനകളാണ് പ്രഖ്യാപിച്ചത്, സംഘപരിവാർ സംഘടനകളാണ് പ്രഖ്യാപിച്ചത്. അപ്പൊ ഞാൻ പറഞ്ഞത്, പിണറായി വിജയന്റെ ആരോഗ്യസ്ഥിതി കൂടി മനസ്സിലാക്കണം. അങ്ങനെ ഒരാള് നോർത്ത് ഇന്ത്യയിലെ കാലാവസ്ഥയിൽ പോയി രാഷ്ട്രീയ പ്രവർത്തനം നടത്താൻ CPM തീരുമാനിച്ചില്ല. അതിനപ്പുറത്ത് അതിന് ദുർവ്യാഖ്യാനം കൊടുക്കേണ്ട കാര്യമില്ല. നിന്നെപ്പോലുള്ള യൂസ്ലെസ്സുകളാ രാഷ്ട്രീയത്തിന്റെ മാന്യത കളഞ്ഞത്, മനസ്സിലായോ? അദ്ദേഹം ചികിത്സയ്ക്കായി പലതവണ അമേരിക്ക പോലെ ഇത്രയും യാത്ര ചെയ്യേണ്ട സ്ഥലത്ത് പോയി വരുന്നു, ഗൾഫ് രാജ്യങ്ങളിൽ പര്യടനം നടത്തുന്നു, കുടുംബത്തോടൊപ്പം വിദേശ പര്യടനം നടത്തുന്നു. ഈ സമയത്തൊക്കെ അദ്ദേഹത്തിന് യാത്രയ്ക്ക് ബുദ്ധിമുട്ടുണ്ടായിരുന്നില്ല. പക്ഷേ BJPക്കെതിരെ പോരാടാൻ മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് യാത്ര ചെയ്യാൻ പറ്റില്ലേ എന്ന് ചോദിച്ചാൽ ആരോഗ്യ പ്രശ്നം. അങ്ങനെയാണോ? നിനക്ക് ഗുരു ഉണ്ട് പോകൂടാ.